ഹലോ കൂട്ടുകാരെ, നമസ്കാരം. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് മാത്രം എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ എല്ലാവരും വീടുകളിൽ ഏത്തപ്പഴമൊക്കെ മേടിക്കാറുണ്ട്. ഒരു ദിവസം വെച്ചിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കറുത്ത് പോകും കേട്ടോ. തൊലി കറുത്ത് കഴിഞ്ഞ് പിള്ളേർക്ക് കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കത്തുമില്ല. അവസാനം നമ്മൾ തന്നെ ഇത് കഴിക്കേണ്ടി വരും. ഞാൻ മിക്കപ്പോഴും ഇങ്ങനെ തൊലി കറക്കുന്ന പഴംപൊരി നമ്മൾ വാഴക്കപ്പം ഉണ്ടാക്കാനാണ് പതിവ് കേട്ടോ. അപ്പോൾ ഇന്നൊന്ന് മാറ്റി പിടിക്കാൻ എഴുതിയിട്ട് തൊലി കറുത്ത ഒരു 3 പഴം എടുത്തിട്ടുണ്ടായിരുന്നു, ഏത്തപ്പഴം. എന്നിട്ട് അതിനെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. നമുക്ക് ഏലക്കയുടെ മധുരം ഇഷ്ടമാണെങ്കിൽ, ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ഒരു ഏലക്ക ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത പഴമാണെങ്കിൽ മധുരത്തിൻ്റെ ആവശ്യമില്ലെങ്കിലും ഞാനിവിടെ ഒരു കുഞ്ഞ് സ്പൂണിൽ 1-2 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുവാണ്. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇത്തിരി അരിപ്പൊടി വീതം ചേർത്ത് കൊടുക്കണം കേട്ടോ. മാവൊന്ന് കലക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വറുത്ത അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. നമ്മുടെ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയില്ല, അതൊന്ന് ഇത്തിരി വീതം ഒന്ന് ചേർത്ത് കൊടുക്കണം. മാവ് ഒത്തിരി ലൂസാവാനും പാടില്ല, എന്നാൽ നമ്മുടെ ചപ്പാത്തി പരുവത്തിന് ആവാനും പാടില്ല കേട്ടോ. എന്നാൽ അത്യാവശ്യം നല്ല കട്ടിയും വേണം. മാവൊന്ന് കലക്കിയെടുത്തതിന് ശേഷം ഒരു നുള്ളു സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് വേണ്ട ഈ ഒരു പരുവത്തിന് കേട്ടോ. ലൂസാവാനും പാടില്ല, എന്നാൽ നമ്മുടെ സ്പൂണിൽ നിന്ന് വിട്ട് വരാൻ വേണം. ആ ഒരു പരുവത്തിന് ആയതിനു ശേഷം പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഈ ഒരു കുഞ്ഞ് സ്പൂണിൽ ഒരു ഇത്തിരി വീതം തിളച്ച എണ്ണയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്ത് നോക്കണത്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ള വലിയ വിവരങ്ങളൊന്നും എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. കുഞ്ഞ് സ്പൂണിലേക്കാണ് നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കുന്നത്. അതേ പിന്നീട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷമാണ് മറിച്ചിട്ട് കൊടുക്കാനുള്ളത്. തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. കാരണം ഒരിത്തിരി ഇതാകുമ്പോൾ തന്നെ ഇതിൻ്റെ കളറൊന്ന് മാറി വരും. 2 സൈഡും ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം അതുപോലെ തന്നെ ഞാൻ കോരി മാറ്റി കേട്ടോ. അതുപോലെ എല്ലാ മാവും എണ്ണയിലേക്ക് ഒഴിച്ച് ഈ പലഹാരം ഉണ്ടാക്കിയെടുക്കുകയാണ്. എനിക്കിതിൻ്റെ പേരൊന്നും അറിയത്തില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും രസകരമായ പേരുകളൊക്കെ നിർദ്ദേശിക്കാവുന്നതാണ് കേട്ടോ. അതൊക്കെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അപ്പോൾ ഇതിന് ഈ ഒരു പലഹാരത്തിന് ടേസ്റ്റ് എന്ന് പറയുന്നത് എന്താ, ഏലക്കയുടെ ഒരു മണം ഉണ്ടാവും. നെയ്യപ്പത്തിൻ്റെയും ഉണ്ണിയപ്പത്തിൻ്റെയും ഒക്കെ ഒരു അരിപ്പൊടി ചേർക്കും, പഴം ചേർക്കണമുണ്ട്, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പഴംപൊരിയുടെ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറക്കരുതേ. താങ്ക്